ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ അതായത് എഐയിലെ ഒരു പ്രത്യേക ഓപ്ഷൻ, അതായത് പലരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഓപ്ഷനാണ് പറയുന്നത്. സാധാരണ എല്ലാവരും ഫോൺ എടുത്ത് കഴിഞ്ഞാൽ എഐയുടെ ആ റിംഗ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ എഐ ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. പക്ഷേ ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്ന ഒരു ഓപ്ഷനിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പുകളിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. പ്രത്യേകിച്ച് നമ്മൾ എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടാൾക്കും കൂടി, അതായത് എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും കൂടി അല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി എയോട് സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഓപ്ഷനാണ്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തുടർന്ന് ലൈക്ക് ചെയ്യണം. എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് വാട്സപ്പിൽ എ ഐയെ കുറിച്ചുള്ള അടിപൊളി ഒരു ഇൻഫർമേഷൻ ആണ് പറയുന്നത്. നമ്മൾ സാധാരണ വാട്സപ്പിൽ എ ഐ ഉപയോഗിക്കുന്നത് എ ഐ ആയിട്ട് നമ്മൾ ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എ ഐ ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചോദിക്കാറുണ്ട്. ഇവിടെ കണ്ടില്ല, രണ്ട് ഐക്കണാണ് നമുക്ക് എ ഐയുടെ ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് എയിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മെസ്സേജ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഹായ് എന്ന് അയക്കാറുണ്ട്. പിന്നെ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഒക്കെ അയക്കും. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ചോദിച്ചറിയലാണ് പതിവ്. അപ്പോൾ നമ്മൾ നേരിട്ട് എ ഐ ആയിട്ട് സംസാരിക്കണം. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്ന അടിപൊളി ഒരു ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലുമായിട്ട് ചാറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ഒരു ഫ്രണ്ടുമായിട്ട് ചാറ്റ് ചെയ്യണമെന്നിരിക്കും. ഞാനിവിടെ ഒരു പ്രൊഫൈൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൊഫൈൽ ഉള്ള ഫ്രണ്ടുമായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ്, നമ്മളിവിടെ മെസ്സേജിൽ നമ്മൾ ഹായ് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നൊക്കെ നമ്മൾ സാധാരണ മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷെ നമ്മൾക്ക് ഒരു എയുടെ സഹായം വേണമെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും വേണം, നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന ഫ്രണ്ടിനും വേണം എന്ന് വിചാരിക്കുക. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഈ പറഞ്ഞിരിക്കുന്ന മെസ്സേജ് അടിക്കുന്ന ടൈപ്പ് ചെയ്യുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് ജസ്റ്റ് നമ്മുടെ കീബോർഡിൽ നമ്മൾ @ ഒന്ന് ടൈപ്പ് ചെയ്യാം. @ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, മെറ്റായി അവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ആ മെറ്റായിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം. ജസ്റ്റ് അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക, ദെൻ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ മെറ്റ എഐ നമ്മുടെ രണ്ട് ചാറ്റിൻ്റെ നടുവിൽ വന്ന് നിൽക്കുകയാണ്. അതായത് നിങ്ങൾക്കും ഇതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ചാറ്റിൽ ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധിക്കും. ഇപ്പോൾ എടുക്കണ്ടേ, ഞാനൊരു ഗുഡ് ഈവനിങ് കൊടുത്തു. അപ്പോൾ ആ ഗുഡ് ഈവനിങ് എനിക്കും കാണുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിന് അതേപോലെ കാണാൻ സാധിക്കും. ഇത് എപ്പോഴാണ് വളരെ ഉപകാരമാകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കും അതുപോലെ നമ്മുടെ ഫ്രണ്ടിനും കൂടി ഒരുമിച്ച് സംശയം ചോദിക്കാൻ പറ്റും. ഞാനിവിടെ ഒരു ഡൗട്ട് ചോദിക്കുകയാണ്. ഹായ്, ബെസ്റ്റ് ഹോട്ടൽ ഇൻ ചെന്നൈ, അതായത് ചെന്നൈയിലെ ബെസ്റ്റ് ഹോട്ടൽ ഏതാണെന്ന് ചോദിക്കുക. അപ്പം ഞാൻ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുന്ന സമയത്ത് നോക്കൂ, ഇവിടെ ഒന്നും വന്നിട്ടില്ല, ഇവിടേക്ക് വന്നിട്ടില്ല. അതേസമയം നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് @ എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. @ ടൈപ്പ് ചെയ്താൽ ഇവിടെ മെറ്റായി വരും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചോദിക്കാനുള്ള ഡൗട്ട് നമുക്കിവിടെ ചോദിക്കാം. ബെസ്റ്റ് ഹോട്ടൽ ഇൻ ചെന്നൈ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാൾക്കും, അതായത് രണ്ട് ഫ്രണ്ട്സിനും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. നമുക്കത് എടുത്ത് സാധാരണ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചാറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു സഹായത്തിന് എഐ വരുന്നത് പോലെ ഇപ്പോൾ എടുക്കണല്ലേ, ബെസ്റ്റ് ഹോട്ടൽസ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു അടുത്തതായിട്ട് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇൻ അലർജി അല്ലെങ്കിൽ ഇൻ ഫീവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിനുള്ള ആൻസർ ഇപ്പം നമ്മൾ സാധാരണ നമ്മുടെ ഫ്രണ്ടിനോട് ചോദിക്കുന്നത് പോലെ നമുക്ക് അതിൻ്റെ ഇടയിലേക്ക് ഒരു ഫ്രണ്ടും കൂടി എഐ കടന്നു വരികയാണ്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. പ്രത്യേകിച്ച് ഇവിടെ മാത്രമല്ല, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പിക്നിക് അല്ലെങ്കിൽ ടൂറൊക്കെ പോകുന്ന സമയത്ത് എവിടെയാണ് നമുക്ക് നല്ല ടൂർ പ്ലേസ് എന്നുള്ളതൊക്കെ ചോദിക്കണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ എഐയുടെ ഒരു സഹായം നമുക്ക് കിട്ടും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ @ കൊടുക്കുക. ദെൻ നമുക്ക് ഇവിടെ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഫീവർ ഒന്ന് കൊടുത്തു നോക്കാം. ഹോം റെമഡീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാലോ. ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്ത് അസുഖം ഉണ്ടെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ട് തന്നെ മരുന്ന് കുടിക്കണം. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് ഫോർ ഫീവർ പറഞ്ഞിട്ട് ഹോം റെമഡീസ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ സഹായത്തിന്, നമ്മളൊരു ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സഹായത്തിന് എഐ നമുക്ക് ഇതേപോലെയാണ് നമുക്ക് യൂസ് ചെയ്യുക. ഇത് നമുക്ക് സാധാരണ ഫ്രണ്ടുമായിട്ടല്ല, നമ്മൾ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് ഈ @ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ എയുടെ സഹായം കിട്ടുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കിയിട്ട് റിസൾട്ട്